നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാളുകളെ കേരളത്തിൽ ഏറെ ചർച്ചയായി മാറിയ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ മാസം 1 കഴിഞ്ഞിട്ടും നാളിതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്നാരോപിക്കുകയാണ് യദു. ആര്യ രാജേന്ദ്രനും ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് യദുവിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നില്ലെന്നാണ് യദു ആരോപിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെക്കുറിച്ച് യദു തിരക്കി ചെന്നപ്പോഴായിരുന്നു അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്ന കാര്യം അറിയുന്നത്. തനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിയമപരമായി നേരിടുമെന്നാണ് യദു ഇപ്പോൾ പറയുന്നത്. കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ തിരക്കിയെത്തിയ തന്നെ പോലീസ് വീണ്ടും മാനസികമായി തളർത്തുകയായിരുന്നു. മേയർക്കെതിരെ കോടതിയിൽ ഹർജി നൽകിയതിനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തു. തന്റെ പരാതിക്കെതിരെയുള്ള അന്വേഷണം നിർജീവമാണെന്നും KSRTC ഡ്രൈവർ പറയുന്നു. പരാതി നൽകിയ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിയമപരമായി നേരിടുമെന്നും യദു പറയുന്നു. ഏപ്രിൽ 27-നാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവും MLA-മായ സച്ചിൻ ദേവ് എന്നിവരും KSRTC ബസ് ഡ്രൈവർ യദുവുമായി തർക്കമുണ്ടാക്കുന്നത്. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിന് പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യദു ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ യദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും MLA-യുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അതിനിടെ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിലും അന്വേഷണം ഊർജിതമായി നടന്നുവരികയാണ്. കേസിൽ ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാ സജീവ് എന്നിവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂവർ നൽകിയ മൊഴി പോലീസ് വിശദമായി പരിശോധിച്ചു. KSRTC ഡ്രൈവർ തർക്കത്തിൽ KSRTC നടത്തുന്ന ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒന്നിനു പുറകെ എന്ന ഡ്രൈവർ യദുവിനെ കൊടുക്കാൻ തുറപ്പുചീട്ടുകളും ഒരുങ്ങുന്നുണ്ട്. അതേസമയം കാറിൽ സഞ്ചരിച്ച മേയർ ആര്യ രാജേന്ദ്രനെ യദു ഡ്രൈവിംഗിടെ ബസ്സിനുള്ളിൽ നിന്ന് കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാട്ടിയെന്ന കേസിൽ യദുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പോലീസ് ജില്ലാ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. മലയങ്കിഴി പോലീസ് സ്റ്റേഷനിൽ യദുവിനെതിരെ കേസില്ലെന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി തലസ്ഥാനത്തെ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി PV ബാലകൃഷ്ണൻ തീർപ്പാക്കി. തനിക്കെതിരെ CPM നേതൃത്വം മലയങ്കിഴി പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ്. CPM സൈബർ വെട്ടിക്കളിക്കൂട്ടം യദുവിനെ ഏത് വിധേയനും തറപറ്റിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഭീഷണികൾക്ക് നടുവിലാണ് ഈ കുടുംബം. എങ്കിലും പിന്നോട്ടില്ല എന്നാണ് യദു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.